ധ്യാന നിർദ്ദേശം 3. ശരീരത്തെ ശ്രദ്ധിക്കൽ. നിങ്ങളുടെ ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ശരീരത്തിൻ്റെ അനുഭവങ്ങൾ എന്താണ് എന്ന് ശ്രദ്ധിക്കുക. ആ തുടക്കത്തിൽ നിന്ന് പതുക്കെ നിങ്ങളുടെ ശരീരത്തെ നേരെ മുകളിലേക്ക് നിവർന്നിരിക്കുക. നിങ്ങളുടെ നട്ടെല്ലിനെ നിവർത്തി വയ്ക്കുക. ഇതുമൂലം നിങ്ങളുടെ മനസ്സിന് ശ്രദ്ധ, ജാഗ്രത തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ നട്ടെല്ല് മൂലസ്ഥാനമായി കണ്ട്, നിങ്ങളുടെ ശരീരത്തിൻ്റെ അച്ചുതണ്ടായി കണ്ട്, നിങ്ങളുടെ മുഴുവൻ ശരീരവും അതിനു ചുറ്റും റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ അയച്ചുവിടാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾ കൂട്ടുകൂടുക. അതിനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ അനുവദിക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ മുഖത്തിലെ പേശികളെ ശ്രദ്ധിക്കുക. അവിടെ വലിഞ്ഞ മുറുക്കമുണ്ടോ? നിങ്ങളുടെ തോളുകളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വയറിനെ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും വലിഞ്ഞ മുറുക്കമോ സമ്മർദ്ദമോ ഉണ്ടെങ്കിൽ അതിനെ അയച്ചുവിടുക. നിങ്ങളുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള പേശികളെ മൃദുവാക്കുക. വായിലുള്ള പേശികളെ മൃദുവാക്കുക. നിങ്ങളുടെ ചുമലുകളെ അല്പം താഴ്ത്തിയിടുക. നിങ്ങളുടെ വയറും നിങ്ങൾ അയച്ചുവിടുക. സ്വസ്ഥമായിട്ട് ഇരിക്കുക. നിങ്ങളുടെ അറിവിൻ്റെ ആ ആകാശത്ത് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അറിയുക. ആ അറിവ് എന്ന ഗുണത്തിൽ തന്നെ നിങ്ങൾ വിശ്രമിക്കുക. ശരീരത്തിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് ആ അറിവ് എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ചുരുക്കുക. നിങ്ങളുടെ ശരീരം സ്ഥിരമായിരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ ഇരിപ്പ് നേരെയായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസത്തിലേക്കായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ചുരുക്കുക. നിങ്ങളുടെ ശ്വാസത്തെ ദീർഘമോ ഹ്രസ്വമോ ആക്കി മാറ്റാൻ ശ്രമിക്കരുത്. ശ്വാസത്തിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണവും നിങ്ങൾ കൊണ്ടുവരരുത്. നിങ്ങളുടെ ശരീരം ശ്വസിക്കുന്നത് അറിഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ സ്വാഭാവികമായിട്ടുള്ള താളത്തെ നിങ്ങളുടെ ശ്രദ്ധയുടെ കേന്ദ്രമായിട്ട് മാറാൻ നിങ്ങൾ അനുവദിക്കുക. നിങ്ങളുടെ മനസ്സ് വിശാലമായിട്ടുള്ള ഒരു ആകാശമാണ്, തുറന്ന ഒരു സ്ഥലമാണ്. അതിൽ നിങ്ങൾ ഈ ശ്വാസത്തെ അനുഭവിക്കുന്നു. ആ ശ്വാസം ഉണ്ടാക്കുന്ന സംവേദനകളുടെ പ്രകൃതത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ശ്വാസത്തിൻ്റെ മധ്യഭാഗത്തെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഒരു പൂവിൻ്റെ മധ്യഭാഗത്തെ കാണാൻ ശ്രമിക്കുന്നത് പോലെ ശരീരത്തിൻ്റെ ആ ശ്വസനത്തെ നിങ്ങൾ അനുഭവിക്കുക. ഉള്ളിലേക്ക് വരുന്ന ഓരോ ശ്വാസത്തിൻ്റെയും തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രദ്ധിക്കുക. പുറത്തേക്ക് പോകുന്ന ഓരോ ശ്വാസത്തിൻ്റെയും തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രദ്ധിക്കുക. വർക്കിംഗ് വിത്ത് ഡിസ്ട്രാക്ഷൻസ്. അലോസരങ്ങളെ നമ്മൾക്ക് എങ്ങനെ നേരിടാം? നമ്മളുടെ മനസ്സ് ഒരു ശബ്ദം കേൾക്കുകയാണ്, ഉടൻ തന്നെ അതിലേക്ക് ചാടി വീണ് അതിനെ പിടിക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും അലഞ്ഞു തിരിയുന്ന ഓർമ്മകളെ നമ്മുടെ മനസ്സ് പിടിക്കുകയാണ്. അത് ഒരു അഭിപ്രായമായിരിക്കാം, ഒരു പ്രതിധ്വനിയായിരിക്കാം, നിങ്ങളുടെ ആ ദിവസത്തിലെ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം. ശ്വാസത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന ഏത് കാര്യവും ആയിരിക്കാം. ആ സമയത്ത് നിങ്ങൾ മനസ്സിനോട് വളരെ ദയയോടും മൃദുവായിട്ടും ഉള്ള സമീപനമായിരിക്കണം ഉണ്ടാക്കേണ്ടത്. മനസ്സുമായിട്ട് സഹകരിക്കുക. അതുമായിട്ട് രമ്യമായിട്ട് ഇരിക്കുക. നിങ്ങൾ അതിനോട് യുദ്ധം ചെയ്യരുത്. മനസ്സിനോട് ലഹള കൂട്ടരുത്. മനസ്സ് നിങ്ങളുടെ ധ്യാനവസ്തുവിൽ നിന്ന് പോയി എന്ന് അറിഞ്ഞ ഉടനെ, അതിനെ മനസ്സിലാക്കിയ ഉടനെ ബോധപൂർവം മനസ്സിനെ ആ ഓർമ്മകളുടെ പിടിയിൽ നിന്ന് മാറ്റുക. മനസ്സിലെ എന്ത് ചിന്തകൾ ആണെങ്കിലും ശരി, നിങ്ങളുടെ മനസ്സിനെ റിലാക്സ് ചെയ്യുക. എന്നിട്ട് ആ ചിന്തകളെ ഉപേക്ഷിക്കുക. വീണ്ടും നിങ്ങൾ മധ്യത്തിലേക്ക് തിരിച്ചു വരിക. ശബ്ദങ്ങൾ, ചിന്തകൾ, ശരീരത്തിലെ സംവേദനകൾ അതെല്ലാം അതിർത്തിക്ക് അപ്പുറത്ത് നിൽക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ ശ്വാസത്തിൻ്റെ മധ്യത്തിലായിരിക്കണം. അതായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം. പതുക്കെ പതുക്കെ നിങ്ങളുടെ ശ്രദ്ധയെ ഈ വർത്തമാന ക്ഷണത്തിലേക്ക് കൊണ്ടുവരിക. ചിന്തകൾ ഇവിടെ ഈ സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. അവ വന്നും പോയിക്കൊണ്ടും ഇരിക്കട്ടെ. എന്നാൽ ആ സമയം മുഴുവനും നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് ശ്വാസത്തിൽ തന്നെ നിർത്തുക. ഇനി ശ്വാസത്തെ
നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ആ അറിവിൽ നിങ്ങൾ പ്രതിഷ്ഠിതരാകുക. ആ അറിവിൽ മാത്രം നിങ്ങൾ വിശ്രമിക്കുക. നിങ്ങളുടെ മനസ്സ് കുറച്ചുകൂടി നേരെയായിട്ടുണ്ട് എങ്കിൽ, വർത്തമാന ക്ഷണത്ത് നിങ്ങളുടെ മനസ്സ് നിൽക്കാൻ തുടങ്ങി എങ്കിൽ, നിങ്ങൾ കേൾക്കുന്ന ശബ്ദത്തെ ജാഗ്രതയോടുകൂടി നിങ്ങൾ അറിയാൻ തുടങ്ങി. നിങ്ങളുടെ ഉള്ളിലുള്ള സംവേദനകളെ നിങ്ങൾ ജാഗ്രതയോടുകൂടി അറിയാൻ തുടങ്ങി. പലതരത്തിലുള്ള ചിന്തകളെ നിങ്ങൾ ജാഗ്രതയോടുകൂടി അറിയാൻ തുടങ്ങി. ആ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ശ്വാസത്തിൻ്റെ അനുഭവത്തെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. ആ ശ്വാസത്തിന് ചുറ്റുമുള്ള സംവേദനയും നിങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കും. അതാണ് നിങ്ങളുടെ ഇതുവരെയുള്ള ശ്രദ്ധാകേന്ദ്രം. ഇനി മനസ്സിൻ്റെ ആ തുറന്ന അനുഭവത്തെ അനുഭവിക്കുക. ശ്വാസം എന്ന പ്രത്യേക ധ്യാനവസ്തുവിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. ശ്വാസത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക. ശ്വാസം ഇപ്പോൾ മറ്റൊരു വസ്തുവാണ്. അനുഭവത്തിൻ്റെ മറ്റൊരു പ്രക്രിയയാണ് ശ്വാസം. അത് മനസ്സിൽ നിങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം നിലത്ത് പ്രതിഷ്ഠിതമായിരിക്കുന്നത് ശ്രദ്ധിക്കുക. കാറുകളുടെ, പക്ഷികളുടെ ശബ്ദം, മനുഷ്യരുടെ ശബ്ദം, പലതരത്തിലുള്ള ചിന്തകൾ, പലതരത്തിലുള്ള വികാരങ്ങൾ, പലതരത്തിലുള്ള സംവേദനകൾ, ശ്വാസം കൊണ്ടുള്ള ക്ഷീണം, ഏതെങ്കിലും തരത്തിലുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പദ്ധതികൾ, ഇവയെല്ലാം മനസ്സിൽ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയം ആ അറിവ് എന്നുള്ള ഗുണത്തിൽ അല്ലെങ്കിൽ നിരീക്ഷണം എന്നുള്ള ഗുണത്തിൽ മാത്രം പ്രതിഷ്ഠിതമാക്കുക. ആ അനുഭവങ്ങളുടെ എല്ലാം ഒഴുക്കിനെ നിങ്ങൾ അനുഭവിക്കുക. അത് എന്തിനു പറ്റിയുള്ളതാണ് എന്നുള്ളതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. അതിലെ കഥകളെ നിങ്ങൾ ഉപേക്ഷിക്കുക. അവയെല്ലാം നിങ്ങൾ സാക്ഷ്യരൂപത്തിൽ കാണുക. പ്രകൃതിയാൽ അവ രൂപം കൊള്ളുകയാണ്, ഉയരുകയാണ്, മാറുകയാണ്, ഇല്ലാതാകുകയാണ്. ആ തുറന്ന അറിവിൽ നിങ്ങൾ പ്രതിഷ്ഠിതരാകുക. എന്നിട്ട് അതിനെയെല്ലാം നിങ്ങൾ സ്വീകരിക്കുക. അതിനെല്ലാം സ്വാഗതം ചെയ്യുക. അതാണ് നിങ്ങളുടെ ഹൃദയം ഓരോ നിമിഷവും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉപേക്ഷിക്കുകയാണ്. ശ്വാസത്തോടൊപ്പം ആ ചിന്തകളെയും നിങ്ങൾ പുറത്തേക്ക് കളയുകയാണ്. അനുഭവത്തിൻ്റെ പ്രകൃതത്തെപ്പറ്റി സങ്കല്പിക്കുക. ചിന്തകൾക്കും സംഖ്യകൾക്കും കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്നതിന് വേണ്ടി, സംവേദനകളുടെ സംഖ്യയ്ക്ക് പ്രാധാന്യം നൽകുന്നതിന് വേണ്ടി ഇനി ചില സങ്കല്പങ്ങൾ ഉപയോഗിക്കുക. ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇതിനെ ഉപേക്ഷിക്കാം. ഇത് തീർത്തും എൻ്റെയാണോ? ഇതിനെ ഉപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ആ പ്രക്രിയയെ തിരിച്ചറിയുന്ന സമയത്ത് അവയെ ഉപേക്ഷിക്കുക. ഈ തരത്തിൽ അറിയുന്ന സമയത്ത് അതുമൂലമുണ്ടാകുന്ന മാറ്റം നിങ്ങൾ ഹൃദയത്തിൽ കാണുക. എല്ലാം ഉപേക്ഷിക്കുന്നതിൻ്റെ, എല്ലാം കൈവിടുന്നതിൻ്റെ മാറ്റത്തെ നിങ്ങൾ അനുഭവിക്കുക. വീണ്ടും ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സ് വളരെ പെട്ടെന്ന് നിങ്ങളുടെ കൈവിട്ടു പോവുകയാണെങ്കിൽ, ചിന്തകളുടെ ഒഴുക്കിൽപ്പെട്ടു പോവുകയാണെങ്കിൽ, വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. 1-2 ക്ഷണത്തേക്ക് ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങളുടെ ഇരിപ്പിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. വീണ്ടും നിങ്ങൾ ശരീരത്തെ റിലാക്സ് ചെയ്യുക, അയച്ചുവിടുക. എന്നിട്ട് ശരീരത്തെ നേരെ നിർത്തുക. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ വർത്തമാന ക്ഷണത്തിലേക്ക് കൊണ്ടുവരിക. മനസ്സ് വീണ്ടും നേരെയാകുന്ന സമയത്ത് വീണ്ടും ആ ശ്വാസത്തെ അല്ലെങ്കിൽ ശരീരത്തെ ശ്രദ്ധിക്കുന്നതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. ഈ അഭ്യാസം നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തിനെയും ഈ അറിയുന്ന ഗുണത്തിൽ പ്രതിഷ്ഠിതമാക്കാനാണ് സഹായിക്കുന്നത്. ഓരോ ക്ഷണത്തെയും നിങ്ങൾ അറിയുന്നു, പക്ഷേ നിങ്ങൾ അതിനെ പിടിക്കാനോ അല്ലെങ്കിൽ തള്ളിമാറ്റാനോ ശ്രമിക്കുന്നില്ല. അന്തർജ്ഞാനം വളർത്തൽ. നിങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കാൻ പഠിക്കുന്ന സമയത്ത് ചിന്തകളുടെ അനുഭവത്തെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ആ ചിന്തകൾ നമ്മുടെ ഉള്ളിലാണെന്നാണ് നമ്മൾ കരുതുന്നത്. ആ ചിന്തകൾ പുറത്തുനിന്നുള്ള ഒരു ശബ്ദവുമായിട്ട് എങ്ങനെയാണ് വ്യത്യാസം എന്ന് അനുഭവിക്കാൻ ശ്രമിക്കുക. ആ ശബ്ദത്തെ നമ്മൾ സാധാരണയായിട്ട് പുറത്തുള്ളതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ, ഇവിടെ, അവിടെ തുടങ്ങിയ അനുഭവങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കുക. ഇവയെല്ലാം സാധാരണ പ്രക്രിയയായിട്ട് നിങ്ങൾ നിരീക്ഷിക്കുക. ഈ അനുഭവങ്ങൾ അനുഭവിക്കുന്നത് ആരാണ്? ഈ അനുഭവങ്ങളെ അനുഭവിക്കുന്നത് എന്താണ്?
നിങ്ങൾ കാര്യങ്ങളെ ഉപേക്ഷിക്കുന്ന സമയത്ത്, ഹൃദയത്തെ മോചിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ അനുഭവം എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഞാൻ, എന്നിൽ, എൻ്റെ തുടങ്ങിയ കാര്യങ്ങളിൽ ആസക്തരാകാതിരിക്കുന്ന സമയത്ത് എന്ത് അനുഭവമാണ് ഉണ്ടാകുന്നത് എന്ന് ശ്രദ്ധിക്കുക. ആ സമയത്ത് വളരെ സാധാരണമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള, തുറന്ന അറിവാണ് ഉണ്ടാകുന്നത്. അത് എല്ലാറ്റിനെയും അറിയുന്നു. ആ അനുഭവമായിട്ട് സമരസപ്പെടുക. അതെല്ലാം പോകാൻ അനുവദിക്കുക. ധ്യാനം അവസാനിച്ചു. അധ്യായം 3 ചോദ്യോത്തരം. ചോദ്യം: ഈ അധ്യായത്തിൽ ഹൃദയം, മനസ്സ് തുടങ്ങിയ കാര്യങ്ങളെ പല പ്രാവശ്യം മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം താങ്കൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം: ഹൃദയം, മനസ്സ് തുടങ്ങിയവയ്ക്ക് ഇംഗ്ലീഷിൽ വ്യത്യസ്ത അർത്ഥമാണ് ഉള്ളത്. ബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാലിയിലാണ്. അതിൽ ഇതിനെ സൂചിപ്പിക്കാൻ 3 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്: മനോ, ചിത്തം, വിജ്ഞാനം. സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ, സാധാരണ ഭാഷയിൽ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഗതിവിധിയാണ് പറയുന്നത്. എൻ്റെ മനസ്സ് എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഉദാഹരണമായിട്ട്, ആ സ്ത്രീക്ക് വളരെ നല്ല ഒരു മനസ്സുണ്ട്. അതിൻ്റെ അർത്ഥം അവൾ വളരെ മിടുക്കിയാണ്, അല്ലെങ്കിൽ അവൾക്ക് എല്ലാം അറിയാം. ബുദ്ധിസ്റ്റ് ട്രഡീഷനിൽ നമ്മൾ സതി അല്ലെങ്കിൽ ജാഗ്രത എന്ന് പറയുകയാണെങ്കിൽ വർത്തമാന ക്ഷണത്തിലുള്ള നമ്മളുടെ ശ്രദ്ധയുടെ ഗുണം. നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ഒരു പ്രത്യേക ധ്യാന അഭ്യാസമാണ് സതിപഠാനം. ഹൃദയം എന്ന വാക്കിന് പ്രകൃതിയാ തന്നെ വികസിക്കുന്ന ഊഷ്മളമായിട്ടുള്ള ഗുണമുള്ളതാണ്. 4 സതിപഠാനങ്ങളെ ഞാൻ മറ്റൊരു രീതിയിലാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. തലച്ചോറ് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ അനുഭവങ്ങളുമായിട്ട് കൂട്ടിയിണക്കപ്പെട്ടിരിക്കുന്നു. മനസ്സ് എന്ന ശബ്ദം സാധാരണയായിട്ട് തലച്ചോറിൻ്റെ പ്രവർത്തനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾക്കെല്ലാം അറിയാം. തലച്ചോറിന് കഴിയുമായിരുന്നെങ്കിൽ അത് ആൾക്കാരുടെ ജാഗ്രത എന്ന കാര്യത്തെ പിടിച്ചെടുക്കുമായിരുന്നു. എന്നാൽ ഹൃദയം എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചുകൂടി താഴ്ന്ന ഒരു കാര്യമാണ്. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിൽ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അക്ഷരത്തിലാണ് എം എന്ന് എഴുതാറുള്ളത്. സാധാരണ മനസ്സ് എന്ന് പറയുന്ന സമയത്ത് ചെറിയ അക്ഷരത്തിലാണ് എം എന്ന് എഴുതാറുള്ളത്. വലിയ അക്ഷരത്തിലുള്ള എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള മനസ്സ് എന്നാണ് അർത്ഥം. അതിനെയാണ് നമ്മൾ ഹൃദയം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ യഥാർത്ഥ മനസ്സായിട്ടും ഇതിനെ ചിത്രീകരിക്കാറുണ്ട്. തേർഡ് സെൻ വരികളിൽ ഇങ്ങനെ പറയാറുണ്ട്: മനസ്സിനെ തിരിച്ചറിയുന്ന മനസ്സുകൊണ്ട് അറിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ടിബറ്റൻ ട്രഡീഷനിൽ മനസ്സിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ചെറിയ എം എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളുടെ വിശകലനം ചെയ്യുന്ന മനസ്സ്. അവർ മനസ്സിൻ്റെ മൂലസ്വഭാവം എന്ന് പറയുന്നത് ഹൃദയത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, ആ വികസിക്കുന്ന ഗുണം. സാധാരണ ഇത് രണ്ടും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. ആ അറിവിനേക്കാളും ഉയർന്ന ഒരു കാര്യം വലിയ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം എന്ന് നമ്മൾ വിളിക്കുന്നു. അത് ചിന്തിക്കുന്ന മനസ്സിനേക്കാൾ വലുതാണ്. മിക്ക ബുദ്ധിസ്റ്റ് പരമ്പരകളും അവയ്ക്ക് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ 2 വാക്കുകളും ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചോദ്യം: നമ്മൾ ചോദിക്കുന്ന ചിന്തകൾ അതെങ്ങനെയാണ് ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് തീരുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യമുള്ള ചിന്തകൾ ഞാൻ എങ്ങനെയാണ് ഉന്നയിക്കുന്നത്? ഉത്തരം: വാക്കുകൾ അത്ര നല്ലതായിരിക്കില്ല, എന്നാൽ നമ്മൾക്ക് ആശയവിനിമയം ചെയ്യുന്നതിന് അത് ആവശ്യമുണ്ട്. ഞാൻ വെറുതെ വന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അത് നല്ല ഒരു അധ്യാപനം ആയിരിക്കില്ല. അതിനാൽ സംസാരം എന്ന് പറയുന്നത് ആവശ്യകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മളുടെ വാക്കുകളെ ഒരു സ്ഥലം വരെ മാത്രമേ നമ്മൾക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. ഹൃദയം എന്ന വാക്ക് നമ്മൾ സങ്കല്പത്തിൻ്റെ ആ ആകാശത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. വാക്കുകൾ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു ആകാശത്തിൽ ജോലി ചെയ്യാനാണ് പഠിക്കുന്നത്.
ജോലി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പടവുകളെ നിങ്ങൾ ഉപയോഗിക്കാറില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾ ഒരു പടവുകളെ പോലെയാണ്. കാര്യങ്ങൾ നടത്താനാണ് നിങ്ങൾ അത് ഉപയോഗിക്കുന്നത്. കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവയിൽ നിന്ന് പുറത്തു പോകുന്നു. ജോലി മുഴുപ്പിക്കലാണ് പ്രധാനം, അത് മുഴുപ്പിക്കാനുള്ള തട്ടല്ല പ്രധാനം. അതിനാൽ നിങ്ങൾ ഹൃദയം തുടങ്ങിയ വാക്കുകൾ മനസ്സിനെ പറ്റി ഉപയോഗിക്കുമായിരിക്കാം, അല്ലെങ്കിൽ മൂലസ്ഥാനമായിട്ടുള്ള ആ ആകാശമാകുന്ന ആ അറിവിനെ പറ്റി നിങ്ങൾ ഓർക്കുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ ശബ്ദത്തെ ഉപേക്ഷിക്കുന്നു. ആ ശബ്ദം നിങ്ങളുടെ ഉള്ളിലെ ആകാശത്തെ തുറക്കാൻ സഹായിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ആ ശബ്ദത്തെ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം ആ ആകാശത്തിലുള്ള ജാഗ്രത മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, അതിനെ അറിയുക മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതിനാൽ സങ്കല്പത്തിൽ അവിടെ ഒരു കാര്യം സ്വാഭാവികമായിട്ട് വരുന്നു. അത് ഒരു പക്ഷേ ഒരു വാക്കുകൾ ആയിരിക്കണം എന്നില്ല. ചോദ്യം: ഈ സന്ദർഭത്തിൽ അന്തർജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താങ്കൾ സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞു, സങ്കല്പത്തിൻ്റെ വിത്ത് ഇടാൻ പറഞ്ഞു, എന്നിട്ട് ഉള്ളിൽ നിന്നുള്ള ജ്ഞാനം എന്താണ് ഉയരുന്നത് എന്ന് നോക്കാൻ പറഞ്ഞു. ഈ അന്തർജ്ഞാനത്തെപ്പറ്റി താങ്കൾക്ക് കുറച്ചുകൂടി വിശദമാക്കി പറയാൻ സാധിക്കുമോ? ഉത്തരം: ഞാൻ അന്തർജ്ഞാനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ട് വളരെ ബുദ്ധിമാൻ ആണ്. അത് പ്രകൃതിയാൽ ഉള്ള ഒരു ഗുണമാണ്, നമ്മുടെ തന്നെ ഭാഗമാണ്. അത് ഈ ലോകത്തിൻ്റെ ഗതിവിധികളെ തിരിച്ചറിയുന്നു. ജുദായ് ക്രിസ്ത്യന്മാർ ഇങ്ങനെ അറിയാറുണ്ട്: ഞാൻ എന്നത് ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണ്, എൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ ഈ ധ്യാനവും ഈ പഠിപ്പിക്കലും ഞാൻ എന്നുള്ളത് വ്യത്യസ്തമല്ല എന്ന് പറയാനാണ്. നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഞാൻ ശ്വാസം പുറത്തേക്ക് വിടുന്നു, അപ്പോൾ നിങ്ങൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. അതേ ശ്വാസം പുറത്തു പോകുന്ന സമയത്ത് ഒരു സസ്യം അതിനെ സ്വീകരിക്കുന്നു, എന്നിട്ട് ഒരു പുഷ്പം ഉണ്ടാകുന്നു. ഇത് ഞാനാണ്, ഇത് ഞാനല്ല തുടങ്ങിയ അതിർരേഖ ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിനെ വീക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള അതിർരേഖകൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കാൻ തുടങ്ങും: എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സും എൻ്റെ ശരീരവും മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്നത്? ഒരുപക്ഷെ എൻ്റെ ഈ ശരീരവും മനസ്സും പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്നതായിരിക്കില്ല. ഇവയിൽ നിന്നെല്ലാം ഞാൻ വ്യത്യസ്തമാണ്, ഇവയിൽ നിന്ന് ഞാൻ വേറെയാണ് എന്ന് ചിന്തിക്കുന്നത് ഒരുപക്ഷെ അഭിമാനമായിരിക്കാം. അത് മോഹമൂടിതമായിട്ടുള്ള അവസ്ഥയാണ്. മാനസികമായിട്ട് എല്ലാറ്റിൽ നിന്നും നമ്മൾ വ്യത്യസ്തമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കാം. മറ്റുള്ളവർ എല്ലാവരും തന്നെ പ്രകൃതിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഭാഗമാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി ശരിക്ക് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ അത് പറയുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാകാം ഇത് മടയത്തരമാണ് എന്ന്. എന്നാലും ചിന്തയുടെ തലത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്, അല്ലേ? എന്നാൽ ഈ തരത്തിലുള്ള അഭ്യാസത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രകൃതവും ബാക്കിയുള്ള വിശ്വത്തിൻ്റെ പ്രകൃതിയുടെ പ്രകൃതവും അഭിന്നമാണ്, രണ്ടും ഒരുപോലെയുള്ളതാണ്. നമ്മൾ ഹൃദയത്തിൻ്റെ തലത്തിലാണ് ലോകവുമായിട്ട് കൂട്ടിയിണക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൻ്റെ സാരം ഞാൻ എന്നുള്ളത് എൻ്റെ അസ്തിത്വം പ്രകൃതിയിൽ തന്നെ അസ്തിത്വമാണ്. പ്രകൃതിയിലെ എല്ലാ ജീവികളുടെ അസ്തിത്വം ഇതേപോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാൻ സാധിക്കുക? ഒരു പ്രകൃതി മാത്രമേ ഉള്ളൂ. അതുമായിട്ടാണ് ഞാൻ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉപമ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ബോധപൂർവം നമ്മളുടെ അന്തർജ്ഞാനത്തെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പോർട്ട് ഉപയോഗിക്കുന്നത് പോലെയാണ്. നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത് സെർവറാണ്, അല്ലെങ്കിൽ പണ്ടത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചാണ്. കമ്പ്യൂട്ടറിൽ പോർട്ട് എന്ന് പറയുന്നത് ആ സ്ഥലത്തു നിന്നാണ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ലഭിക്കുന്നത്. ജീവിതത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലാണ് ആ വെബ്സൈറ്റ് ഉള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മൂലപ്രകൃതിയുമായിട്ട് കണക്റ്റ് ആവുന്നു. നമ്മൾ നമ്മളുടെ പ്രകൃതിയിൽ നിന്നാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. ആ ഹൃദയം
ആ പ്രകൃതം എന്ന് പറയുന്നത് പുറത്തുള്ള പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരുപക്ഷെ നമ്മളുടെ തലച്ചോറിന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അറിയില്ലായിരിക്കാം, കാര്യങ്ങൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്ന് അറിയില്ലായിരിക്കാം, എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നത് മനസ്സിലാകുന്നില്ലായിരിക്കാം. എന്നാൽ നമ്മളുടെ ഹൃദയം അങ്ങനെ അല്ല. ഹൃദയം എല്ലാം അറിയുന്നുണ്ട്. ഓരോ ക്ഷണത്തിലും യഥാർത്ഥ കാര്യത്തെ നമ്മളുടെ ഹൃദയം അറിയാറുണ്ട്. യുക്തിചിന്ത കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത്, നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത്, നമ്മളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത്, മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ ചെയ്യുന്നതിനേക്കാൾ നല്ലത്, മറ്റുള്ള പലതരം കാര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത്, നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ജ്ഞാനത്തിലേക്ക് നമ്മളെ തന്നെ തുറക്കുക എന്നുള്ളതാണ്. എല്ലാം അറിയുന്ന പ്രജ്ഞ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു: ഇവിടെ നമ്മൾ ചെയ്യേണ്ട ശരിയായിട്ടുള്ള കാര്യം എന്താണ്? അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രകൃതിയോട് നമ്മൾ സമരസപ്പെടുന്നു. ആ പ്രകൃതിയാണ് എല്ലായിടത്തും ഉള്ളത്. ഉദാഹരണമായിട്ട്, നമ്മളുടെ ചിന്തിക്കുന്ന മനസ്സുകൊണ്ട് നമ്മൾക്കൊരു സാഹചര്യത്തെ വിലയിരുത്താൻ സാധിച്ചു എന്ന് വരില്ല. എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി നമ്മൾക്ക് ചിലപ്പോൾ ഒരു സംശയമുണ്ടാകാം. നമ്മുടെ അന്തർജ്ഞാനം ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവിടെ ഒരു അഭിപ്രായം ഉയർന്നു വന്നേക്കാം. നമ്മൾ ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മൾക്ക് ചലിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അത് വ്യക്തമല്ല, അല്ലെങ്കിൽ ആ ക്ഷണത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചു എന്ന് വരില്ല. അത് നമ്മുടെ ചിന്താശക്തികൾ കൊണ്ട് വരുന്ന കാര്യമല്ല. ഇവിടെ ഇപ്പോൾ എന്ന സാഹചര്യത്തുമായിട്ട് നമ്മൾ സമരസപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒരു സംഗീതജ്ഞൻ മറ്റുള്ളവരെ സംഗീതം പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടാകുന്ന അനുഭവങ്ങൾ പോലെയാണ് ഇത്. എല്ലാ സംഗീതോപകരണങ്ങളും എപ്രകാരമാണ് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ആ സംഗീതജ്ഞന് പിന്തുടരാൻ സാധിച്ചു എന്ന് വരില്ല. ഒരു സംഗീതജ്ഞന് ഇതിനെ എല്ലാറ്റിനെയും പിന്തുടരാനോ അതിനെ കണക്ക് കൂട്ടാനോ സാധിക്കില്ല. എന്നാൽ ആ സംഗീതജ്ഞന് അത് ഉള്ളിൽ അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും സ്പോർട്സ് അല്ലെങ്കിൽ ഡാൻസിങ് തുടങ്ങിയവ. നിങ്ങൾ അവയിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടതെന്ന് ഉള്ളിൽ അറിയാവുന്നതാണ്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറാവുന്നതാണ്. ഒരിക്കൽ ഉബി വാൻ കെനോബി ലൂക്കെ സ്കൈവാക്കറിനോട് ഇങ്ങനെ പറഞ്ഞു: ആലോചിക്കരുത്, ബലം പ്രയോഗിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. പ്രകൃതിയുമായിട്ട് നമ്മൾ സമരസപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെ നിങ്ങളുടെ ഉയർന്ന പ്രകൃതമായിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ദൈവിക അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് എന്തിഷ്ടമോ അപ്രകാരം നിങ്ങൾക്ക് വിചാരിക്കാവുന്നതാണ്. ഒരിക്കൽ അജൻ സുമേധോ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ അതിനെ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മൊണ്ടേക്ക് എന്നും വിളിക്കാം. നിങ്ങൾക്ക് അതിനെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദേവതയുടെ മാർഗനിർദ്ദേശം എന്നും വിളിക്കാം. ആ ഉയർന്നത് എന്തു തന്നെ ആണെങ്കിലും ശരി, അതിനെ നിങ്ങൾക്ക് ഉള്ളിലുള്ള പ്രജ്ഞ എന്ന് വിളിക്കാം. അത് നമ്മളെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. മറ്റൊരു കാര്യം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ തന്നെ വെളിച്ചപ്പാടിനെ ആശ്രയിക്കുന്നു. നിങ്ങൾ വെളിച്ചപ്പാടിനെ ആശ്രയിക്കുന്നില്ല എങ്കിൽ മറുപടി നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. അതിനാലാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കാനുള്ള കഷ്ടമെടുക്കുന്നത്. നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്തല്ല നമ്മൾ ചോദിക്കുന്നത്, പക്ഷേ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്താണ് നമ്മൾ ചോദിക്കുന്നത്. എന്നിട്ട് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു: ഇവിടെ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? ഇതിനെപ്പറ്റി ഞാൻ അനുഭവിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള അന്തർജ്ഞാനമാണ് ശരിയായിട്ടുള്ള അറിവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അത് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്വഭാവവിശേഷങ്ങളോ കൊണ്ട് അല്ല. നമ്മൾ സ്വയം അതുമായിട്ട് സമരസപ്പെടുകയാണ്. നമ്മൾക്കതിനെ വിശ്വസിക്കാവുന്നതാണ്. അത് നമ്മളെ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് മുന്നോട്ട് നയിക്കും. അത് നമ്മൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കും. നമ്മൾ മനസ്സിൻ്റെ ചിന്താശേഷി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ, പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, അപ്പോഴും നമ്മൾക്ക് സംശയം ബാക്കിയുണ്ടാകാം. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് ഒരു മുറുകിലുള്ള യുദ്ധമാണ്. ചോദ്യോത്തര വേളയിൽ മറ്റൊരു വക്കീലും വരാവുന്നതാണ്.
എ എന്ന വ്യക്തിയും ബി എന്ന വ്യക്തിയും പരസ്പരം വാഗ്വാദം നടത്തുന്ന സമയത്ത്, തെളിവുകളെ നിരത്തി വയ്ക്കുന്ന സമയത്ത്, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ശരിയായിട്ടുള്ള കാര്യം. അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഉള്ള ഒരു ചിന്ത വരും. എന്നാൽ മറ്റേ രീതിയിൽ നോക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഒരു തീരുമാനം കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ മറ്റൊരു വക്കീൽ അതിനും വാദിക്കും. ഈ വാദം തുടർന്നുകൊണ്ടേയിരിക്കും. ആ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് ചിന്തിച്ച് സംശയം മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശ്രമിക്കാനാണ് നോക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ജ്ഞാനത്തെ അറിയാനാണ് ശ്രമിക്കുന്നത്. ആ സാഹചര്യത്തെ നമ്മൾ ഹൃദയത്തിന് വിട്ടുകൊടുക്കുക. അവിടെ നിന്ന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾക്ക് അതിനെപ്പറ്റി അസ്വസ്ഥമാകേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ തെറ്റായിട്ടുള്ളൊരു ചോദ്യമായിരിക്കാം നമ്മൾ ചോദിച്ചത്. ബുദ്ധിസ്റ്റ് അഭ്യാസത്തിൽ നമ്മൾ അന്തർജ്ഞാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. അതിന് പലതരത്തിലുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനെ സംസ്കൃതത്തിൽ പ്രജ്ഞ എന്ന് വിളിക്കുന്നു, പാലിയിൽ പഞ്ഞ എന്ന് വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം ജ്ഞാനമാണ്, അല്ലെങ്കിൽ ലോകാതീതമായിട്ടുള്ള പ്രജ്ഞയാണ്. ലോകത്തിനെ അതിക്രമിച്ചിട്ടുള്ള പ്രജ്ഞ അല്ലെങ്കിൽ ജ്ഞാനം. ആ അന്തർജ്ഞാനവുമായിട്ട് നിങ്ങൾക്ക് സമരസപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് യാതൊരുവിധ ഉപകരണവും ആവശ്യമില്ല. ഒരു ക്ഷണം നിങ്ങൾ ആലോചിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ, ആ സമയത്ത് നമ്മുടെ മനസ്സ് വളരെ കൃത്യത ഉണ്ട്, ആ സമയത്ത് മനസ്സ് ശാന്തമാണ് എങ്കിൽ ആ സമയത്ത് വരുന്ന ഉത്തരം വളരെ കൃത്യമായിരിക്കും. മനുഷ്യരെന്ന നിലയ്ക്ക് ഇത് നമ്മൾക്ക് വളരെ പരിചിതമുള്ളതാണ്. ഓരോ സംസ്കാരവും പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. നിങ്ങളുടെ പൂർവികർ അതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള അറിവാണ്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഒരേ കാര്യങ്ങളാണ്. ചോദ്യം: ഇതിനെ നമ്മൾക്ക് ബുദ്ധ നേച്ചർ എന്ന് വിളിക്കാമോ? അതിന് തുല്യം തന്നെയാണോ ഇത്? ഇത് തന്നെയാണോ എല്ലാ ജീവികളിലും ഉള്ളത്? ഉത്തരം: നിങ്ങൾക്ക് അങ്ങനെ പറയാവുന്നതാണ്. ബുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധി നേടിയ വ്യക്തി എന്നാണ് അർത്ഥം. 2500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ബുദ്ധൻ എന്ന വ്യക്തി ആ ഗുണത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. എൻ്റെ ഗുരുവായിട്ടുള്ള അജൻച പലപ്പോഴും പറയാറുണ്ട്. ആൾക്കാർ വിചാരിക്കാറുണ്ട് ബുദ്ധൻ 2500 വർഷം മുൻപ് പരിനിർവാണം നേടി എന്ന്. എന്നാൽ ശരിയായിട്ടുള്ള ബുദ്ധൻ ഇന്നും ജീവിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ബുദ്ധി, ജാഗ്രത എന്ന ആ ഗുണമാണ്, ആ പ്രജ്ഞയുടെ ഗുണമാണ്. അത് നമ്മുടെ ഹൃദയത്തിലാണ്. ആ ബുദ്ധ ജ്ഞാനവുമായിട്ട് നമ്മൾ സമരസപ്പെടുകയാണെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും ബുദ്ധനുമായിട്ട് തന്നെയാണ് ആശയവിനിമയം നടത്തുന്നത്. അതിന് ആശയവിനിമയം നടത്താൻ നമ്മൾ അതിന് പ്രയത്നിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് ബുദ്ധനിൽ നിന്ന് യാതൊരുവിധ മാർഗനിർദ്ദേശവും ഉപദേശവും നമ്മൾക്ക് ലഭിക്കുന്നതല്ല. ഈ ജാഗ്രതയ്ക്ക് ബുദ്ധജ്ഞാനം അല്ലെങ്കിൽ ബുദ്ധൻ്റെ പ്രകൃതി എന്നും നമ്മൾക്ക് പറയാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതില്ലാതെ നമ്മൾ ഭയത്തോടും അല്ലെങ്കിൽ ആലസ്യത്തോടും കൂടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇതിലേക്ക് ചായുകയാണ്, തിരിച്ചറിയുകയാണ്, അതിലേക്ക് നമ്മൾ തുറക്കപ്പെടുകയാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആ ജ്ഞാനം എന്നും നയിക്കുന്നതാണ്. ചോദ്യം: അപ്പോൾ ഇത് അന്തർജ്ഞാനം എന്നുള്ള കാര്യം അല്ലേ? ഉത്തരം: അല്ല. ഞാൻ പറയുന്നത് ബുദ്ധൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ആ അന്തർജ്ഞാനം തന്നെ ആണ്. നിങ്ങൾക്ക് അതിനെ പല പേരുകൾ കൊണ്ട് വിളിക്കാവുന്നതാണ്. എന്നാൽ അത് അറിയുന്ന ഗുണമാണ്. ഇത് നമ്മൾ അണിയുന്ന ഒരു ഷൂ പോലെയാണ്. അതിനെപ്പറ്റി നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ആ ഷൂവിനെ അണിയാൻ സാധിക്കും. ഇത് വാക്കുകളില്ലാത്ത അറിവാണ്. അതാണ് ജാഗ്രതയുടെ ഗുണം എന്ന് പറയുന്നതും. ചോദ്യം: ഇത് എല്ലാ ജീവികൾക്കും ബാധകമാണോ? ഉത്തരം: തീർച്ചയായിട്ടും. നിങ്ങൾ ഒരു മൃഗമായിരുന്നു എങ്കിൽ ഇത് നിങ്ങളുടെ അന്തർജ്ഞാനത്തിൽ പ്രതിഷ്ഠിതമാണ്. ഈ മനുഷ്യജീവിതത്തിൻ്റെ ഗുണം എന്നത് നമ്മൾക്ക് അതിനെപ്പറ്റി അറിവ് മാത്രമല്ല, ജാഗ്രത മാത്രമല്ല, നമ്മൾക്ക് അതിനെപ്പറ്റി സങ്കല്പിക്കാനും സാധിക്കും. നമ്മൾക്ക് അറിയുക മാത്രമല്ല, നമ്മൾക്കറിയാമെന്ന് നമ്മൾ അറിയുകയും ചെയ്യുന്നു.